നമസ്കാരം. ഈ മുഖം നമ്മൾ മറക്കില്ല. സിനിമ കണ്ടവരൊരിക്കലും മറക്കില്ല. ഒരു ഒന്നൊന്നര വരവാണ് വന്നത്. ഇതാരാണ്? ഫസ്റ്റ് തന്നെ നമ്മളെ മുമ്പിലോട്ട് എത്തിയപ്പോൾ ഈ മുഖം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നോക്കിയിട്ട് മുഖം ഒരു പരിചയവും പറഞ്ഞില്ല. നമ്മൾ കണ്ടുവെങ്കിലും നമുക്ക് ഇതുപോലുള്ള ആൾക്കാരെ കണ്ടു പരിചയം ഉണ്ടെങ്കിൽ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. എവിടെയൊക്കെയോ ആലോചിച്ച് നോക്കി ഈ ആക്ട്രസ് ആരാണെന്ന് നോക്കി. ആ സമയം തന്നെ ഇരുന്ന് ഇൻസ്റ്റയിലൊക്കെ കുറച്ചൊക്കെ തപ്പി നോക്കി. ബുക്ക് മൈ ഷോയിൽ ജസ്റ്റ് ഒന്ന് നീക്കി നോക്കി. ഗൂഗിളിൽ പല ടൈപ്പിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. സിനിമയുടെ റിവ്യൂ പറയുന്നവർ പല വഴിക്ക് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. പിന്നെ നമുക്ക് കണ്ടത് ഈ സിനിമ ഈ തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പോൾ ഇതേ ടീമിൻ്റെ കൂടെ അല്ല, അന്ന് വിജയാഘോഷം നടത്തിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത്, അന്ന് വൈകിട്ട് നടന്ന വിജയാഘോഷം നടത്തിയപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെ നമ്മൾ കണ്ടത്. നമുക്ക് ഇവർ ചിഞ്ചു റാണി. അപ്പം ചിഞ്ചു റാണിയെ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. അത് ദിലീപൻ്റെ കൂടെ നിന്ന് സംസാരിച്ചു മനസ്സിലായി. ഇതുവരെയും എന്താണ് സോഷ്യൽ മീഡിയ മീൻസ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് ബുക്ക് മൈ ഷോ ട്രെയിലറിലോ ടീസറിലോ ഒന്നും അതിലൊന്നും കാണിക്കാതെ, പാട്ടിൽ കാണിക്കാതെ ഒളിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു നമ്മുടെ ചിഞ്ചു റാണിയെ. അതിൻ്റെതായ സസ്പെൻസ് ആ സിനിമയിലും ഉണ്ടായിരുന്നു. ചിഞ്ചു റാണിയെ കണ്ട സസ്പെൻസ് നമുക്ക് എന്താണ് അതിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദിലീപേട്ടൻ്റെ കൂടെ അന്ന് വിജയാഘോഷം നടന്നത് പറഞ്ഞു. അങ്ങനെ ഒരു മിനിറ്റ് ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പറയും ഇത്രയും ദിവസം വാ തുറക്കല്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ നല്ലൊരു എനർജറ്റിക് കേളും കൂടിയാണ്. അപ്പോൾ ഈ മുഖം തിയേറ്റർ റെസ്പോൺസ് പറഞ്ഞവർ, അതായത് സിനിമേൻ്റെ റിവ്യൂ പറഞ്ഞവർ അല്ലെങ്കിൽ സിനിമ കണ്ടവരെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ തപ്പി നോക്കി പേരെങ്കിലും കിട്ടാൻ വേണ്ടി. നമ്മൾ നേരെ നോക്കി ഇൻസ്റ്റയിൽ പല ടൈപ്പൊക്കെ സെർച്ച് ചെയ്ത് കിട്ടിയില്ല. മനസ്സിലെ കാര്യം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടൊക്കെയായിരുന്നല്ലോ. അപ്പം ഇദ്ദേഹത്തിനെ ഇപ്പം നമ്മൾ കണ്ടു. ഇനി സിനിമ കാണാത്തവർ പോയി കണ്ട് മനസ്സിലാക്കുക ആരാണ് ചിഞ്ചു റാണി എന്നുള്ളത്. ചിഞ്ചു റാണി ഒരു ഒന്നൊന്നര റാണി തന്നെയാണ്.